ആണ് കേട്ടോ നിങ്ങളിപ്പോ ഈ കാണാൻ വേണ്ടി പോണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കഴിഞ്ഞ സൺഡേയാണ് ആയത്. അതിന് മുന്നേ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ 1-2 പേര് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മള് 2000 എബോ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചാനലിന്റെ പേരൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നിസാരം ബൈ രാഖി എന്നാണ് പഴയ ചാനലിന്റെ പേര്. രാഖീസ് വേൾഡ് ആണ്. അപ്പൊ ആ രാഖി തന്നെയാണ് ഈ രാഖി. അപ്പൊ എന്താ പറയാ, ചാനലൊന്നും മാറിയിട്ടില്ല കേട്ടോ. 3 വർഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. എന്താ പറയാ, ഇപ്പോഴാണ് എനിക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാവരും പറയാനായിട്ട് ഇങ്ങനെ ചമ്മലായിരുന്നു കേട്ടോ. ചാനലുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ വേറെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടും പറയാതെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആവണം. പിന്നെ നമുക്ക് അറിയുന്ന ആൾക്കാർ വന്നിട്ട് രാഖിക്ക് ചാനലുണ്ടോ എന്ന് ചോദിക്കണം. അതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ആ ആഗ്രഹങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. കുറച്ചുപേരൊക്കെ എനിക്ക് രാഖിക്ക് ചാനലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഈ കുഞ്ഞു സെലിബ്രേഷൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. ലച്ചുവിനെ വിളിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ പോയത്. അപ്പൊ അമ്മനോട് ഞാൻ പറഞ്ഞു, 2 പേരും കൂടി ഒരുങ്ങി അവിടെ വഴിയിൽ നിന്നോ, നമുക്കൊരു സ്ഥലം വരെ പോകാന്ന്. അപ്പൊ പോണ വഴിക്കാണ് കേട്ടോ ഞാൻ അമ്മനോട് പറഞ്ഞത്, നമ്മളിങ്ങനെ കേക്ക് ഹട്ടിലാണ് പോണത്, എനിക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്നൊക്കെ ഞാൻ അങ്ങനെ പോണ വഴിക്കാണ് കേട്ടോ അമ്മനോട് പറഞ്ഞത്. അങ്ങനെ ദേ വീടിന്റെ തൊട്ടടുത്തായതുകൊണ്ടാണ് നമ്മൾ ഈ കേക്ക് ഹട്ടിലേക്ക് വന്നത് കേട്ടോ. 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമായിരുന്നു. നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞ പോലെ 2 പേസ്ട്രി ഒക്കെ വാങ്ങി കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങോട്ട് ഇറങ്ങിയേക്കണത്. ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ പേസ്ട്രി ഒക്കെ കഴിക്കാൻ വേണ്ടി തോന്നുമ്പോൾ വല്ലപ്പോഴും ഞങ്ങൾ കേക്ക് ഹട്ടിൽ വന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ലച്ചുവിന്റെ ഫേവറേറ്റ് എപ്പോഴും ഡോണറ്റ് ആണ്. ഇവിടെ വന്നപ്പോൾ ഡോണറ്റ് വേണോന്ന് വെച്ചപ്പോൾ അവള് വേണ്ടാന്ന് പറഞ്ഞു, പേസ്ട്രി തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് പിസ്ത മാംഗോയും മാംഗോ കേക്കുമാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സ് ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. 2000 സബ്സ്ക്രൈബേഴ്സ് ആയതിനാൽ ഞങ്ങളുടെ കുട്ടി സെലിബ്രേഷൻ. അപ്പൊ മാംഗോ കേക്കാണ് കേട്ടോ എനിക്കും ലച്ചുവിനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടത്. പിസ്ത മാംഗോ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. സേതുവിൻ്റെ പക്ഷെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ ദേ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടേസ്റ്റൊക്കെ നോക്കി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രിഞ്ച് മൊമെന്റ് ആണ് കേട്ടോ. ഇനി സേതുവിനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ചുണ്ടത്തോ ഇവിടെ സൈഡിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ സേതുവിന്. അപ്പം അതേ ഞാനിത് ഈ പ്രാവശ്യം പേടിച്ചാണ് കേട്ടോ കൊടുക്കണത്. എന്തായാലും നമ്മൾ പേസ്ട്രി 2 ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സെലിബ്രേഷന് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ 4 ആളും കൂടി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മതേ പായസമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയുമ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നിനക്ക് 2000 സബ്സ്ക്രൈബർ ആയതല്ലേ എന്നും പറഞ്ഞ അമ്മ നല്ലൊരു സേമിയ പായസമൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഡിന്നറായിട്ട് അമ്മ കള്ളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അതിൻ്റെ കൂടെ നല്ല ഉപ്പിൽ വെന്ത ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വന്ന് സേതേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൊടുത്തു കേട്ടോ. ചോക്ലേറ്റ് കേക്ക്. എന്താ കാര്യമെന്ന് അറിയോ? യൂട്യൂബിൽ 2000 സബ്സ്ക്രൈബേഴ്സ് ആയി. കേട്ടില്ലേ അമ്മ പറഞ്ഞത്? ഇതുപോലെ തന്നെ എല്ലാവരോടും ഞാൻ 2000 സബ്സ്ക്രൈബർ ആയിരുന്നു പറഞ്ഞപ്പോ നിനക്കായോ എന്റെ വീട്ടിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് കുറെ നാളായല്ലോ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാരും ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. അപ്പൊ ഇതുപോലെ എന്താ പറയാ, എന്നെ സപ്പോർട്ട് ചെയ്ത കുറെ പേരുണ്ട്, അവർക്കൊക്കെ താങ്ക്സ്. ഇതുപോലെ വെറൈറ്റി ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ചാനലിന്റെ പേര് മാറിയിട്ട്